രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യത തള്ളിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്ത നമ്മൾ ഈ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അത്തരം ദുരൂഹതകളൊന്നുമില്ല. ഒരുപക്ഷെ സാങ്കേതികമായ പിഴവോ ഇല്ലെങ്കിൽ പൈലറ്റിന് സംഭവിച്ച പിഴവോ ആയിരിക്കാം അപകട കാരണം എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. അട്ടിമറി സാധ്യത പൂർണ്ണമായിട്ടും സർക്കാർ തള്ളുന്നു. ഈ മാസം 3 എയർ ഇന്ത്യ വിമാനങ്ങളിൽ തകരാർ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ ഈ മാസം നിരവധി വിദേശ സർവീസുകൾ നടത്തി. 5 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഒപ്പം അഹമ്മദാബാദിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നോബൽ മാരിക്കാരനും വിജിത് ഊർക്കടവൂരും ഒപ്പം ആദിൽ പാലോടും കണ്ണൻ പ്രസന്നനും തത്സമയം ചേരും. ആദ്യം പി ആർ സുനിലിലേക്ക് ഞാൻ പോകുന്നു. പി ആർ സുനിൽ, അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളുകയാണ്. അത് അല്പം ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം അതിൽ പിന്നീട് മറ്റ് ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും വലിയ സങ്കീർണമാകുമായിരുന്നു. അട്ടിമറി സാധ്യത പൂർണ്ണമായിട്ടും തള്ളുന്നു. ഈ തകർന്ന വിമാനം നിരവധി സർവീസുകൾ നടത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യയുടെ സമാന സർവീസുകൾ നടത്തുന്ന പല ബോയിംഗ് വിമാനങ്ങൾക്കും തകരാറുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നുവെന്നുമാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? പി ആർ സുനിൽ. അരുൺ, തീർച്ചയായും പ്രാഥമിക അന്വേഷണങ്ങളുടെ വെളിച്ചത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു അട്ടിമറി സാധ്യത തള്ളുന്നത്. ഏതായാലും അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് വിമാനം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ടല്ല വിമാനം തകർന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ അന്വേഷണ സംവിധാനങ്ങളും ഇപ്പോൾ അഹമ്മദാബാദിലുണ്ട്. കേന്ദ്ര ഏജൻസികളുണ്ട്, വിദഗ്ധ സംഘങ്ങളുണ്ട്, ബോയിങ്ങിൻ്റെ വിദഗ്ധരുണ്ട്, ഒപ്പം തന്നെ എയർ ഇന്ത്യ CEO അതുപോലെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അഹമ്മദാബാദിലുണ്ട്. ഏതായാലും പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയല്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് കാരണം എന്നതാണ്. ഏതായാലും സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംവിധാനങ്ങൾ എത്തുന്നത്. ഏതായാലും ബ്ലാക്ക് ബോക്സുകളിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഏതായാലും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. അതുകൂടി കിട്ടുമ്പോൾ കോക്പിറ്റിൽ നടന്ന സംഭാഷണം കൂടി വ്യക്തമാകും. ഏതായാലും അതിനുശേഷം ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയും എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ വിമാനങ്ങൾ ഈ മാസം തന്നെ, ഈ ജൂൺ മാസം തന്നെ പല സമയങ്ങളിലായി എയർ ഇന്ത്യ വിമാനങ്ങളിൽ തകരാറുകൾ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് ഗിയറിൽ ലീക്കേജ് കണ്ടെത്തി. അതുപോലെ മറ്റ് 2 വിമാനങ്ങളിൽ കൂടി സമാനമായ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വിൻഷീൽഡിലും തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ വിമാനങ്ങളിൽ പരക്കെ ഈ ഒരു തകരാർ കണ്ടെത്തുന്നു എന്നുള്ള ഒരു വിവരം ഏതായാലും ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ്. ഇന്നലെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അടിയന്തര യോഗം ചേരുകയും എയർ ഇന്ത്യ വിമാനങ്ങളുടെ നിലവിലെ ഈ വിമാനങ്ങളുടെ ഒരു കപ്പാസിറ്റി സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എയർ ഇന്ത്യക്ക്. ഏതായാലും എയർ ഇന്ത്യക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ വിമാനം തന്നെ ഈ മാസം നിരവധി വിമാന സർവീസുകൾ നടത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ഫർട്ടിലടക്കം നിരവധി വിദേശ രാജ്യങ്ങളിൽ പറന്ന, ടോക്കിയോയിലേക്ക് പോയിട്ടുണ്ട്, നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്ന ഒരു ഡ്രീം ലൈനർ വിമാനമാണിത്. ആ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ദില്ലിയിൽ നിന്ന് പറന്നുയരുമ്പോൾ ഈ വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അതുതന്നെയാണ് DGCA ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നത്. ഏതായാലും ദില്ലിയിൽ നിന്ന് പറന്നുയരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേടുപാടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സിഗ്നലോ പൈലറ്റിന് തോന്നിയിട്ടില്ല. പിന്നീട് സുരക്ഷിതമായി അഹമ്മദാബാദിൽ ആ വിമാനം ഇറങ്ങി. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വിമാനത്തിൽ ഒരു തകരാറ് ഉണ്ടാവുകയും പിന്നീട് ഒരു ദുരന്തം സംഭവിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. പങ്കുവയ്ക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അട്ടിമറി സാധ്യത തള്ളുകയാണ് കേന്ദ്രം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നിലവിൽ ഈ വിമാനം സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ കമ്പനിയുടെ മറ്റ് 3 വിമാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ പുറത്തു വരുന്നു. അതിൻ്റെ അർത്ഥം അട്ടിമറി സാധ്യതയില്ല എന്നുള്ളതാണ്. സാങ്കേതികമായ പിഴവോ പൈലറ്റിന് സംഭവിച്ച പിഴവോ ആയിരിക്കാം അപകട കാരണമെന്ന പ്രാഥമിക കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. അട്ടിമറി സാധ്യത പൂർണ്ണമായിട്ടും തള്ളുന്നു കേന്ദ്രം.